സാളഗ്രാമത്തെക്കുറിച്ച് പലരും കേട്ടിട്ടുണ്ടാകും. എന്നാൽ എന്താണതെന്ന് വളരെ ചുരുക്കം പേരെ മനസ്സിലാക്കിയിട്ടുണ്ടാവുള്ളൂ. അത്യപൂർവം സന്യാസമഠങ്ങളിലോ ആശ്രമങ്ങളിലോ പ്രാചീന മനകളിലോ കൊട്ടാരങ്ങളിലോ കണ്ടേക്കാവുന്ന ഒന്നാണ് ഇത്. പുരാതനമായ വിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠകൾ സാളഗ്രാമ ശിലയിലുള്ളതാണ്. ഇതിൽ നിന്ന് തന്നെ ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ഇനി ഇതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് നോക്കാം. നേപ്പാളിൽ ഗാണ്ഡകി എന്ന നദിയുടെ ഉത്ഭവസ്ഥാനത്താണ് ഈ ശിലകളുള്ളത്. ആ പ്രദേശം പുണ്യപ്രദേശമായി കണക്കാക്കി പോരുന്നു. മഹാവിഷ്ണുവും മറ്റ് ദേവന്മാരും അവിടെ വസിക്കുന്നുണ്ടെന്നാണ് വിശ്വാസം. ഈ ശിലകൾ പൂജ ചെയ്ത് ദർശനം നടത്തിയാൽ സമ്പത്ത്, വിദ്യാവിജയം, കീർത്തി, ഉയർച്ച തുടങ്ങി 19 വിധ സദ്ഗുണങ്ങൾ ലഭിക്കുമെന്നാണ് പ്രാചീന ഋഷിമാർ പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും എപ്പോഴും ലഭിക്കുന്ന ഒന്നല്ല ഈ സാളഗ്രാമം. ഇന്ന് പല സ്ഥലങ്ങളിലും ചില മന്ത്രവാദികളും ജ്യോത്സ്യന്മാരും മിനുസമാർന്ന പല വർണ്ണങ്ങളിലുള്ള ചെറിയ ശിലകളെ കാണിച്ചിട്ട് സാളഗ്രാമമാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. എന്നാൽ ഇത് സാളഗ്രാമവുമായി യാതൊരുവിധ ബന്ധവുമില്ല. ഒന്നാമത് സാളഗ്രാമം ഇതുപോലെ മിനുസമാർന്നതല്ല, പരിവരുത്തതാണ്. എന്ന് തന്നെയല്ല, ഇത് ആർക്കും യഥേഷ്ടം കൊണ്ടുവരാവുന്നതോ വില കൊടുത്ത് വാങ്ങാവുന്നതോ ഒന്നല്ല. സൽക്കർമ്മം കൊണ്ട് ജന്മജന്മാന്തരങ്ങളായി കയ്യിൽ വന്നു ചേർന്ന അമൂല്യമായ ഒരു നിധിയാണ് ഈ സാളഗ്രാമം.